ഹലോ ഗേസ്, അസ്സലാമു അലൈക്കും. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതാക്കണേ നമ്മളെ വഴുതനം കേട്ടോ. ഇത് വെച്ചുകൊണ്ട് നമ്മൾ സ്കൂൾക്ക് ഉണ്ടല്ലോ ഒരു ഫ്രൈ ചെയ്ത് കൊടുക്കുകയാണ്. അതിൻ്റെ ആ കൂടെ തന്നെ ഞാൻ ഇതാക്കണേ നമ്മളെ പുട്ട്. ഇത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് പുട്ടാണ്. അപ്പോൾ പുട്ട് ഇങ്ങനെ റെഡിയാക്കി കൊണ്ടിരിക്കുന്നുണ്ട്. ചോറിന്നിപ്പോൾ റൈസ് കുക്കറിലാണ് ചോറ് ഇടുന്നത്. ഇതാക്കണേ അപ്പോൾ അരി റൈസ് കുക്കറിൽ ഇട്ടിക്കണേ. അപ്പോൾ ഇതുണ്ടല്ലോ, ഇത് ഫ്രൈ ചെയ്ത് കണ്ടാണ്. ഇപ്പോൾ ഇന്നലെ തന്നെ പറഞ്ഞു, നിങ്ങൾ ഇന്നലത്തെ വീഡിയോയിൽ കണ്ടപ്പോൾ ഫ്രൈ ചെയ്ത് തരണം. അപ്പോൾ അത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നുറുക്കുകയാണ്. അപ്പോഴാണ് ഞാൻ വീഡിയോ ക്യാമറ കൊണ്ട് വരുന്നത് കേട്ടോ. അപ്പോൾ നമ്മളെ വീഡിയോ കണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. കൊച്ചു ബെൽ ബട്ടൺ ഉണ്ടല്ലോ, അത് അടിച്ചമർത്തി പോവുക കേട്ടോ. അപ്പോൾ ഈ പുട്ടിൻ്റെ ഇവിടെ താഴെ ഞാൻ ഈ ഒരു തുണി വെച്ച് നമ്മൾ ഈ പുട്ടിൻ്റെ പൊടിയൊക്കെ ചാടുമ്പോഴേ അതിൽ കഴിക്കോളുമല്ലോ. എന്നാൽ പിന്നെ അതെടുത്ത് കണ്ട് ഇങ്ങോട്ട് ഇതാക്കാം. അപ്പോൾ നമുക്ക് ഇതെന്താ പറയുക, ഫസ്റ്റ് ചെയ്യേണ്ടത് ഇളം ചൂടുള്ള വെള്ളം ഉണ്ടല്ലോ, നല്ല വെട്ടി തിളക്കൊന്നും വേണ്ട, ഒരു ചൂട് ഏകദേശം വെട്ടി തിളക്കാനാണ് ഇതിലുള്ള വരുന്ന വെള്ളം നമ്മളെ ഇതിലേക്ക് ഒഴിക്കുക, വഴുതനങ്ങയ്ക്ക് ഒഴിക്കുക കേട്ടോ. പിന്നെ അതേപോലെ ആ ടൈമിൽ ഒരിച്ചിരി മഞ്ഞൾ ഇടുക. ഇനി ഇത് കുറച്ച് സമയം ഒരിച്ചിരി മഞ്ഞൾ ഇടുക കേട്ടോ. ഇനി ഇത് കുറച്ച് സമയം ഇതിങ്ങനെ വെക്കുക, ഒരു 5-10 മിനിറ്റ് ഇങ്ങനെ വെക്കുകയാണെങ്കിൽ നല്ല ഇതിൻ്റെ കറകളൊക്കെ ഇളകാൻ വേണ്ടിയിട്ടാണ്. ഇതിൻ്റെ കറ ഇതൊക്കെ ഇളകിക്കാണ്ട് അപ്പോൾ അതിൻ്റെ ആ കറ പോകുമ്പോൾ തന്നെ അതിൻ്റെ ഫ്ലേവർ നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ ഒരു 10 മിനിറ്റ് നേരം 10-5 മിനിറ്റ് വരെ ഇട്ട് വെക്കുക കേട്ടോ. അപ്പോൾ അതാ ഷാജി മോളൊക്കെ ഇരുന്നുകാണ്ട് ചായ കുടിക്കുകയാണ് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് പുട്ട് ഉണ്ടാക്കിയിരിക്കണം. പിന്നെ പപ്പടത്തിൻ്റെ കറി ഉണ്ട് കേട്ടോ. കറി പിന്നെ വേണ്ട ഇറങ്ങാണ്ട് ഷാജിക്ക് വേണ്ട. ഇവിടെ കണ്ടങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് പുട്ടായാലും നമുക്ക് ചോറ് അല്ലേ, എന്താ വേണ്ടി ചോറ്. ഇപ്പം എന്ത് കടിയാണെങ്കിലും ഓക്ക് ചോറുണ്ടല്ലോ, നമ്മളെ സാധാ നമ്മൾ ചോറ്, ആ ചോറ് മതി. അത് സാമ്പാറും ഒക്കെ ഒഴിച്ചിങ്ങനെ കഴിക്കുകയാണ്. മീനൊക്കെ ഒന്ന് ചൂടാക്കുകയാണ്. നല്ല ചൂടമീൻ അതൊക്കെ ഒന്ന് ചൂടാക്കി മഴ അല്ലേ അത് ഇതിൻ്റെ ഞാൻ ചൂടാക്കുന്നതിൻ്റെ സൗണ്ടാണ്. ഇതാക്കണേ നമ്മുടെ ബ്രിഞ്ചാൾ വഴുതലങ്ങ ഉണ്ടല്ലോ, അതിന് ഞാൻ വെള്ളത്തിലാക്കി വെച്ചിട്ടില്ലേ, അതൊക്കെ ഞാൻ ഊറ്റി റെഡിയാക്കി വെച്ചിട്ടൊക്കെ എഴുതി വെച്ച്. ഇനി നമുക്ക് മസാല കൂട്ടാം. അതിക്കുള്ളതാണ് മസാല. ഏതാ? മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, ഉപ്പ് കേട്ടോ. ഇഞ്ചി പേസ്റ്റ്, കൊച്ചുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പിന്നെ ജീരകം ഉണ്ടല്ലോ, വലിയ ജീരകം മീനിക്കൊക്കെ ഇടുന്നത്. മീനിൻ്റെ ടേസ്റ്റിലാണിത് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. ഇനി ഇതിൽ ഒരു ലെമൺ ജ്യൂസ് കുറച്ച് ഒഴിക്കണേ. ലെമൺ ജ്യൂസ് ഒരു ഇച്ചിരി ലെമൺ ജ്യൂസ് ഒഴിക്കുക. ഞാൻ കോൺഫ്ലവർ ഒക്കെ ഉണ്ടെങ്കിൽ കോൺഫ്ലവർ യൂസ് ആക്കട്ടോ. എന്നിട്ട് പിന്നെ അതൊന്ന് അപ്പോൾ ഇതാണ് നമ്മുടെ മസാല. മസാല ഒക്കെ ഇതാണ് കേട്ടോ. ഉപ്പ് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. ഉപ്പ് ഇടുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ട് ചെയ്യണം. എത്ര ഉപ്പ് നമുക്കെന്നറിയാം കൂടിപ്പോകണമെന്ന് നോക്കണം. അതായത് വഴുതലങ്ങ പെട്ടെന്ന് ഉപ്പ് ഇതാവും. ഇനി നമുക്കെന്താ ഇതേ ഒരു ഷേപ്പിലാണ് ഞാൻ ചെയ്തിരിക്കണം കേട്ടോ. നമ്മളെ മീനിൻ്റെ ടേസ്റ്റ് തന്നെയാണ് കിട്ടുക. ഇനി നമുക്കിത് മസാല പുരട്ടി ഓരോന്നിങ്ങനെ വെക്കാം. ഒരു 10-20 മിനിറ്റ് നേരം നമ്മൾ വെക്കണം കേട്ടോ. അത് എന്നാലാണ് ഇതിക്ക് മസാല പിടിക്കുക. ഞാനെന്താ പറയുക, ഇങ്ങനത്തെ ഷേപ്പാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ വട്ടത്തിലരിഞ്ഞെങ്കിൽ പെട്ടെന്ന് പിടിക്കും. എന്നാലും ഒരു 10-20 മിനിറ്റ് നേരം ഇങ്ങനെ വെക്കുക. ലീഫ് ഇങ്ങനെ ഒന്ന് ഇടുക. ഈ കറി ലീഫും കൂടി ഇടുക. എന്നിട്ട് ഇത്രേ ഉള്ളൂ നമ്മളെ വഴുതലങ്ങ ഫ്രൈ ചെയ്യാനുള്ളത് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, എന്തൊക്കെയോ കോൺഫ്ലവർ ഉപയോഗിക്കുകയാണെങ്കിൽ അത് ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിടുക. അപ്പോൾ അതിവിടെ ഇല്ല, കഴിഞ്ഞതാണ്. അപ്പോൾ ഇല്ലാത്ത നമുക്ക് അപ്പോൾ ഉള്ളത് കൊണ്ട് ഒരു മീൻ ഫ്രൈ പോലെ തന്നെ നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ ഇതാക്കണേ ഫ്രൈ ആയിട്ട് ഒരു സൈഡ് ഫ്രൈ ആയി, ഒരു സൈഡ് ഇങ്ങനെ മറിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. നമ്മളെ ഇതിൻ്റെ സ്മെല്ലിനെ വരുന്ന എങ്ങനെ അറിയാം, നമ്മളെ മീനൊക്കെ ഫ്രൈ ചെയ്യൂലേ, കഷ്ണ മീനൊക്കെ ഫ്രൈ ചെയ്യുന്ന അതേ സ്മെല്ലും അതേ കൂട്ടാണ് ഞാൻ കൂട്ടിയത്.
നല്ല ടേസ്റ്റ് തന്നെ ആയിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. എന്താ പറയുക, ഈ വഴുതലങ്ങ ഈ ബ്രിഞ്ചാളൊക്കെ കഴിക്കാത്ത ഉണ്ടല്ലോ. വഴുതലങ്ങ കഴിക്കാത്തവർ കുറേ കുട്ടികൾ കഴിക്കൂല, വലിയവരൊന്നും കഴിക്കൂല. അപ്പം ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുത്താൽ ഏത് കുട്ടികളും കഴിക്കാത്തവരും കഴിക്കും കേട്ടോ. അപ്പോൾ ഏകദേശമായി. ഇത് ഞാനെടുത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യും. അപ്പം ലഞ്ച് ബോക്സിൽ ഇതാക്കണേ വഴുതലങ്ങ ഫ്രൈ ചെയ്തത് അത് ചെയ്തു. ഇനി ഇതാക്കണേ നമ്മളെ ഇന്നത്തെ ഇതാക്കണേ സാമ്പാർ. സാമ്പാറിൽ കുറച്ച് കറിയും കൂടി ഒരു ഡപ്പിയിലാക്കി കൊടുക്കണം. ഇന്നിപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഇന്നിപ്പോൾ ഞങ്ങളെ ഇതാണ് സാമ്പാറും പിന്നെ അതാ ഇന്നലത്തെ മീൻ ഞാണ്ടല്ലോ, മീനൊന്ന് ചൂടാക്കി വെച്ചു. പിന്നെ ബീഫിൻ്റെ ഇതുണ്ടായിരുന്നു, അത് ചൂടാക്കി വെച്ചു. ഇനി ഒരു ചമ്മന്തി, പിന്നെ വഴുതലങ്ങ ഫ്രൈ ഉണ്ട്. അപ്പം എല്ലാവരും ഇതേപോലെ തന്നെ വഴുതലങ്ങ ഫ്രൈ ഒക്കെ ചെയ്തുകൊണ്ട് കുട്ടികൾക്ക് കൊടുക്കുക കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഇത്രയും അവൾക്ക് ചെയ്തത് എന്താ പറയുക, അവൾ ഫ്രണ്ട്സും എല്ലാവരും പാടെ ഒരുമിച്ച് കഴിക്കല്ലേ. അപ്പോൾ അവരെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്താട്ടാ കഴിക്കുക. അപ്പോൾ നല്ല ടേസ്റ്റ് തന്നെയാണ്. അല്ല ഇട്ട് സാമ്പാർ കാണിച്ചാട്ടെ, ഇവിടെ കാണില്ല. അതാ സാമ്പാർ ചാടിയതൊക്കെ നന്നായിട്ട് വന്നിട്ടാണ്. പുല്ലൊക്കെ രണ്ടാമതും പൊന്തിക്കണം. പുല്ല് കേട് നിൽക്കണത് ഇത് തന്നെയല്ലേ. പഴമുണ്ട് ഇതില്, പഴമുണ്ട്. കുഞ്ഞു കുഞ്ഞിയതല്ലേ, കുഞ്ഞിയതാ. കൊറേ പറിച്ചതാ ഞാന്. കൊറേ പറിച്ചാല് ചെറുതുള്ളതാണ്. ഇവിടെ അല്ല, ഇവിടെ അവിടെ നമ്മളിങ്ങനെ കേറി വരുന്ന സ്ഥലമാകുമ്പോ നമ്മളിങ്ങനെ ചവിട്ടൊക്കെ തട്ടുമല്ലോ. അടിച്ചു വരുമ്പോ മാത്രം നമ്മളിങ്ങനെ വെള്ളമൊക്കെ ഇങ്ങനെ നിൽക്കുമ്പോഴേ ഇങ്ങനെ മുറ്റത്ത് കളിക്കുകയാണെങ്കിൽ അധികം വരൂല. അവിടെ ഉണ്ട്. ഇതിന് പാല് വരുന്നുണ്ട്. കൊത്തി വെച്ചതാണ്. ഇനി അത് കട്ടിയാവോ? ഇനി അത് കട്ടിയാവോ? ഞാൻ മുന്തിരി കണ്ടിട്ടുള്ളത് അതിന് പാല് വന്നിട്ട് കട്ടിയാവും. പിന്നെ ഉണക്കുക. കുറേ ഉണ്ടല്ലേ കുഞ്ഞു കുഞ്ഞത്. ഇങ്ങനെ ഉച്ചക്കൊന്നും വരുന്നില്ല. ഞാൻ രാവിലെ അടിച്ചു കഴിഞ്ഞാണ്ട് ഞാൻ പോയില്ലേ, പോയും ചെയ്ത്. ആകാശം നോക്കി, ആകാശമൊക്കെ നല്ല രസമുണ്ട്. ഇത് മറ്റേ ബിരിയാണിക്ക് ഏത് ഇത് അല്ല പെണ്ണ, ഇത് മറ്റേത് ആ റോസ് ഒരു പൂവുണ്ടായിട്ട് ചൊറുക്കിലൊരു കളറ് അതിന്റെ അല്ലേ? അതെ, അതും ഇതേമാതിരി മാതിരിയാണ്. അത് മഴക്കാലത്ത് ഉണ്ടാവും, വേനൽക്കാലത്ത് അത് ഉണ്ടാവില്ല.